Yeah, hi everyone, and welcome to the next topic of Module 2, that is X-ray diffraction. And till now, actually, we were discussing about the crystal structure of a material and how we can obtain clear micrographs uh, by polishing and etching procedures. So, ഇവിടെ നോക്കാൻ പോകുന്നത് the method to determine the crystal structure using X-ray diffraction. Here we are actually not going to view the sample through a microscope. ഇതൊരു മൈക്രോസ്കോപ്പ് അല്ല. എക്സ്റേ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് എക്സ്റേസ് വി ആർ ഡിറ്റർമിനിങ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PCC ആണോ, FCC ആണോ, HCP ആണോ? അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ അറിയണമെങ്കിൽ we can directly use X-ray diffraction technique. അപ്പോൾ എക്സ്റേ ഡൈഫ്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് എക്സ്റേ ഡൈഫ്രാക്ടോമീറ്റർ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന എക്സ്റേസ് ആണ്. അപ്പോൾ എക്സ്റേസ് എന്താണെന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, അത് നിങ്ങൾക്കറിയാം. സോ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ വേവ് എൻകൗണ്ടേഴ്സ് എ സീരീസ് ഓഫ് റെഗുലർലി സ്പേസ്ഡ് ഒബ്സ്റ്റക്കിൾസ് that are capable of scattering the wave. അതായത് ഡൈഫ്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ വേവ് എൻകൗണ്ടേഴ്സ് എ സീരീസ് ഓഫ് റെഗുലർലി സ്പേസ്ഡ് ഒബ്സ്റ്റക്കിൾസ് that are capable of scattering the wave and have spacings that are comparable in magnitude to the wavelength. And second factor is the spacing between the two waves should be comparable in magnitude. Spacing between the obstacles should be comparable in magnitude to the wavelength of the interfering waves. അങ്ങനെയാണെങ്കിൽ we will say that the diffraction will occur. Then furthermore, diffraction is a consequence of specific phase relations established between two or more waves that have been scattered by the obstacles. ഡൈഫ്രാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ വേവ് എൻകൗണ്ടേഴ്സ് ആൻ ഒബ്സ്റ്റക്കിൾ. അത് മാത്രമല്ല, ഒബ്സ്റ്റക്കിൾസിൻ്റെ സ്പേസിങ് ഷുഡ് ബി കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് സ്കാറ്ററിങ് ദ വേവ്. അപ്പോൾ ഇതാണ് ഞാനൊരു കോമൺ വേവിൻ്റെ ഒരു എന്താ പറയുന്നത് ഷേപ്പ്. സോ ഇഫ് യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് ദ വേവ് ഹാസ് എൻ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ഓഫ് ടു അഡ്ജസൻറ്റ് വേവ്സ് is denoted by lambda and it is called the wavelength. And the height, vertical height from the reference line to the crest is called amplitude. അപ്പോൾ ഇവിടെ we can see that waves 1 and 2, wave 1 and wave 2 are the wave with the same wavelength and are in phase. Okay. If both waves are scattered in such a way that they traverse different paths, അതായത് രണ്ട് വേവ്സ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് പാത്തിലാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അത് സെയിം രീതിയിലാണ് വരുന്നതെങ്കിൽ അത് ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, അടുത്ത സെൻറ്റൻസും കൂടെ വായിക്കുമ്പോൾ ക്ലിയർ ആവും. ദ സ്കാറ്റേർഡ് വേവ്സ് ഹാവ് എ ഡിഫറൻസ് ഇൻ പാത്ത് ലെങ്ത് വിച്ച് വിൽ ബി ആൻ ഇൻ്റഗ്രൽ number of wavelength and they will mutually reinforce or constructively interfere with one another and the amplitudes are added. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേവ് 1 ആൻഡ് വേവ് 2 രണ്ടും രണ്ട് ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് സ്കാറ്റർ ചെയ്ത് വരിക എന്ന് കരുതുക. സോ ഇതിന് രണ്ടിനും വേവ് ഫോംസ് എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പം ലാംഡ അതിൻ്റെ സെയിം പാറ്റേൺ ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ക്രസ്റ്റുള്ള സ്ഥലത്താണ് വേവ് 1ൻ്റെ ക്രസ്റ്റുള്ള സ്ഥലത്താണ് വേവ് 2ൻ്റെ ക്രസ്റ്റും. അതുപോലെ അതിൻ്റെ ഡിപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് വേവ് 1ൻ്റെ ഡിപ്പുള്ള സ്ഥലത്താണ് വേവ് 2ൻ്റെ എക്സാക്ട്ലി. അപ്പോൾ ഇതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ. അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിങ് വേവ് എന്ന് പറഞ്ഞാൽ സെയിം ഫേസിലായിരിക്കണം. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ വേവിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വേവിൻ്റെ ഡിപ്പിൻ്റെ എവിടെ ആയിരുന്നെങ്കിലോ, മാറി വന്നിരുന്നെങ്കിലോ ഷേപ്പ്, അത് ഇൻ ഫേസിലാവത്തില്ല. അപ്പം ഇൻ ഫേസിലാവണമെങ്കിൽ സെയിം ഷേപ്പ് ഉണ്ടായിരിക്കണം.
അപ്പം അങ്ങനെയുള്ള വേവ്സ് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇറ്റ് വിൽ ഗിവ് റിസൾട്ടിങ് വേവ് വിൽ ബി ഹാവിങ് എ വേവ് ലെങ്ത് ഓഫ് ലാംഡ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2a. ഇതാണ് ഇങ്ങനെ ഇൻ ഫേസിലുള്ള വേവ്സ് സ്കാറ്റർ ചെയ്ത് വരുമ്പോൾ നടക്കുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിനി ഇവിടെ മെറ്റീരിയൽസിലേക്ക് നോക്കാൻ പോകുന്നത്. ഈ എക്സ്റേസിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ ഡൈഫ്രാക്ഷനാണ് യൂസ് ടു ഡിറ്റർമിൻ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ. നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ വേവ് 3യും വേവ് 4ഉം സെയിം ഷേപ്പിലായിരുന്നു. ബട്ട് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് എന്ത് പറ്റി? വേവ് 3' വേവ് 4' ഷേപ്പ് മാറി സ്കാറ്ററിങ് കാരണം. അപ്പോൾ എന്ത് പറ്റി? വേവ് 3' ഡിപ്പുള്ള സ്ഥലത്ത് വേവ് 4' ക്രസ്റ്റ് വന്നിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ദേ വിൽ മ്യൂച്വലി ക്യാൻസൽ ഈച്ച് അതർ. അതുകൊണ്ടാണ് റിസൾട്ടിങ് വേവ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഒരു ലൈനായിട്ട് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് സ്കാറ്ററിങ് ഔട്ട് ഓഫ് ഫേസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പറ്റും? ഡൈഫ്രാക്ഷൻ നടക്കില്ല. അതാണ് സ്കാറ്റേർഡ് വേവ്സ് ആർ ഔട്ട് ഓഫ് ഫേസ്. ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് ക്യാൻസൽ ഓർ അന്നുൾ വൺ അനദർ ഓർ ഡിസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ. ഓക്കെ, ആൻഡ് ദ റിസൾട്ടൻറ്റ് വേവ് ഹാസ് 0 ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഒറ്റ ലൈനായിട്ട് വരുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കണമെങ്കിൽ എന്താവണം? ഇൻ ഫേസ് ആയിരിക്കണം. അപ്പം ഈ ഒരു ടെക്നിക്ക്, ഈ ഡൈഫ്രാക്ഷൻ്റെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽസിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ എക്സ്റേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ആൻഡ് വെൻ എ ബീം ഓഫ് എക്സ്റേസ് impinges on a solid material, a portion of this beam will be scattered in all directions by the electron, okay, associated with each atom or ion that lies within its beam path. നമ്മൾ നേരത്തെ ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞതുപോലെ തന്നെ when we allow the X-rays to fall onto a material, the electrons inside the atoms or the ions will scatter the waves in all directions. ബട്ട് അവിടെ നമ്മൾ എന്ത് നോക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഈ വേവ്സ് സ്കാറ്റർ ചെയ്യുന്ന കുറേ വേവ്സ് കാണും അല്ലേ? ഈ വേവ്സിൽ കുറേ വേവ്സ് ഇൻ ഫേസിലുള്ള വേവ്സ് കാണും. ആ വേവ്സ് എല്ലാം കൂടെ ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് തരും. അതാണ് നമ്മളത് ക്യാപ്ചർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ബീംസ്, ദാറ്റ് ഈസ് എക്സ്റേസ് വിത്ത് വേവ് ലെങ്ത് ലാംഡ, 2 എക്സ്റേസ് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഫിഗറിൽ. ഓക്കെ, ആൻഡ് ദേ ആർ ആക്ച്വലി എക്സ്റേസ്. അപ്പോൾ നമ്മൾ മെറ്റീരിയലിലേക്ക് കൊടുക്കുക. അപ്പോൾ സോ ഇറ്റ് വിൽ ഇംപിഞ്ച് ഓൺ ദ ആറ്റംസ്. ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളേർഡാണ് ആറ്റംസ്. ആക്ച്വലി ആറ്റംസിൽ വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺസിൽ നിന്നാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇലക്ട്രോൺസിൽ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് വന്നു ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി സ്കാറ്റേർഡ് പോകുമ്പോൾ ഒരു ഡയറക്ഷനിൽ, അതായത് നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് ഈ ഒരു പാത്തിൽ സ്കാറ്റേർഡ് വേവ്സിൻ്റെ ഷേപ്പ് ഇതാണ്. സെക്കൻഡ് സ്കാറ്റേർഡ് വേവിൻ്റെ ഷേപ്പും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ അതെന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് അപ്പോൾ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ റിസൾട്ടിങ് വേവ് ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2a. ഇവിടെ a ആണെങ്കിൽ റിസൾട്ടിങ് വേവ് ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2a. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പ്ലെയിൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്ലെയിനാണ് തന്നിരിക്കുന്നത്. എയും ബിയും എന്ന് പറയുന്നത് ഓരോ പ്ലെയിൻസാണ്. ഈ പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് DHKL. HKL എന്ന് പറഞ്ഞാൽ എന്താ? മില്ലർ ഇൻഡിസസ് വെച്ച് നമ്മൾ പ്ലെയിൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യുന്ന HKL ആണ്. ഡയറക്ഷൻസിനെ UVW. 110 എന്ന് പറയത്തില്ലേ, അതിനെ H=1, K=1, L=0. അതാണ് പ്ലെയിൻസിനെ പറയുന്നത് HKL. അതുപോലെ ഡയറക്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ്സാണ് UVW. അപ്പോൾ HKL. അപ്പോൾ DHKL എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലെയിൻസ്, അതാണ് DHKL. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊരു സിമ്പിൾ ജോമെട്രി നോക്കണം. സിമ്പിൾ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയേണ്ടത് പാത്ത് ഡിഫറൻസ് ആണ്. ഈ ഒരു വേവ്, ആദ്യത്തെ വേവ് 1 ട്രാവൽ ചെയ്ത പാത്തും വേവ് 2 ട്രാവൽ ചെയ്ത പാത്തിലും ഏതാണ് കൂടുതൽ?
ഏത് പാത്താണ് കൂടുതൽ? വേവ് 2 അല്ലേ? കാരണം വേവ് 1 എന്ന് പറയുന്ന ആദ്യത്തേത് ഇവിടെ വന്ന് ഇടിച്ചതേ ഉള്ളൂ, പി എന്ന് പറഞ്ഞ പോർഷൻ. പക്ഷേ വേവ് 2 എന്താണ്? താഴെയുള്ള പോർഷൻ, ക്യൂ എന്ന് പറഞ്ഞ പോർഷനിലാണ് ഇടിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, എസ്സിലേക്കും ടിയിലേക്കും വരയ്ക്കുകയാണെങ്കിൽ, എസ് ക്യൂവും ക്യൂ ടിയും എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വേവ് 2 ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസാണ്, ഇല്ലേ? അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്യുന്ന ആംഗിളെല്ലാം സെയിം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാത്ത് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ഈ ഒരു ജോമെട്രിയിൽ നിന്ന് കണ്ടുപിടിക്കും. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. എൻ കൺസിഡർ 2 പാരലൽ പ്ലെയിൻസ്, ഞാൻ പറഞ്ഞതുപോലെ, ഓഫ് ആറ്റംസ് എ ആൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് പ്ലെയിൻസ് വിച്ച് ഹാവ് ദ സെയിം HKL മില്ലർ ഇൻഡിസസ് പറഞ്ഞിട്ടുണ്ട്. Now assume that a parallel monochromatic എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത്, ആൻഡ് coherent എന്ന് പറഞ്ഞാൽ ഇൻ ഫേസ് beam of X-rays of wavelength is incident on these two planes at an angle theta. തീറ്റയിൽ വീണു. Two rays in this beam labeled 1 and 2 are scattered by the atoms at P and Q. അതും പറഞ്ഞു. Constructive interference of the scattered rays 1 dash and 2 dash, 1ലും 1 ഡാഷും 2 ഡാഷും ഉള്ള വേവ്സിൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഒക്കേഴ്സ് ഓൾസോ അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഈ തീറ്റയിൽ സ്കാറ്റർ ചെയ്തതിനെല്ലാം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടെന്ന് കരുതുക. നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദ പാത്ത് ലെങ്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 1 P1 ആൻഡ് 2 Q2, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ക്യൂവും ക്യൂ ടിയുമാണ് പാത്ത് ഡിഫറൻസ്, ഈസ് ഈക്വൽ ടു ദ ഹോൾ നമ്പർ എൻ ഓഫ് വേവ് ലെങ്ത്. അതാണ് കണ്ടീഷൻ. അപ്പം വേവ് ലെങ്ത്തിനെ ഇൻറ്റു എൻ, അത് ഹോൾ നമ്പർ ആയിരിക്കണം. എൻ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ, എൻ ഇൻറ്റു ലാംഡ ഷുഡ് ബി ഈക്വൽ ടു ദ പാത്ത് ഡിഫറൻസ്. അങ്ങനൊരു കണ്ടീഷൻ. ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. അങ്ങനൊരു പാത്ത് ഡിഫറൻസ് വന്നാൽ മാത്രമേ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടന്നിട്ട് ഡൈഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ അല്ലാതെ വരികയാണെങ്കിൽ അങ്ങനൊരു കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കത്തില്ല. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫേസും കൂടെ രണ്ട് വേവ്സും കൂടെ റീഇൻഫോഴ്സ്ഡ് ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന കണ്ടീഷനാണ് എൻ ലാംഡ ഈക്വൽ ടു 2D സൈൻ തീറ്റ. ഓക്കെ, അത് നിങ്ങൾ ജോമെട്രിയിൽ നോക്കിയിട്ട് എസ് ക്യൂവും ക്യൂ ടിയും ഡി സൈൻ തീറ്റ എങ്ങനെ കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ കണ്ടീഷനാണ് ബ്രാഗ്സ് ലോ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബ്രാഗ്സ് ലോ, ആൻഡ് വെയർ n ഈസ് ദ ഓർഡർ ഓഫ് റിഫ്ലക്ഷൻ വിച്ച് മേ ബി ആൻ ഇൻറ്റിജർ 1, 2, 3 കൺസിസ്റ്റൻറ്റ് വിത്ത് നോട്ട് എക്സീഡിങ് യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാഗ്സ് ലോ. അപ്പോൾ ബ്രാഗ്സ് ലോ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.